ഇതാരാണ്? ഇതാണ് അമ്മു. ഹലോ 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 അശോടാ. ഹലോ ഹലോ അതാരാ? അമ്മു. ആ ഹലോ മമ്മുക്കോയ. വാസോണ്ണൻ തന്നെയല്ലേ? അതെ അതെ ഞാൻ തന്നെയാണ്. അന്ന് എനിക്ക് തനിച്ചൊരു സംസാരിക്കണം. തനിച്ച് സംസാരിക്കണം. ഓ സ്റ്റീഫൻ ബ്രോ സ്റ്റീഫൻ ബ്രോ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ കണ്ടടാ ഓജി SRR മെമ്പേഴ്സിനെ കണ്ട നിങ്ങളൊക്കെ? അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു അറിയോ RP എന്ന് പറഞ്ഞ കണ്ണൊയ്യാത്ത പയ്യൻ അണ്ണനെ എലീനെ പറ്റി പാട്ട് എഴുതിയെന്നൊക്കെ പറയുന്നത്. വാസോണ്ണ പിന്നെ ഹലോ ഹലോ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതാണ് മമ്മു. നിന്നെ ആദ്യമായിട്ടാ കാണുന്നത്. ആ മമ്മൂക്കോ എങ്ങനെയുണ്ട്? അന്നെ മുഖം എങ്ങനെ? കൊള്ളാം അടിപൊളി സെറ്റപ്പ് അണ്ണനൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അണ്ണ നമുക്ക് ഞാൻ അണ്ണന്റെ പേര് കൂടട്ടെ. ഈ നക്കിയ കൂടാൻ പറ്റും തോന്നട്ടാ. ആ നക്കി ഒന്ന് മാറിക്കടാ നിങ്ങളൊന്ന് മാറിക്കടാ. അണ്ണന്റെ അപ്പുറത്ത് മാറിന്നാ എല്ലാരും. എന്താണ് അണ്ണ പ്രാർത്ഥനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാർത്ഥന ഏത് പ്രാർത്ഥന? അല്ല എന്നോട് ആരോ പറഞ്ഞ അണ്ണൻ പ്രാർത്ഥനയിലാന്ന്. ഈ മസിൽ ഈ മസിലാ ഈ നക്കി. അണ്ണ ഐ ലവ് യു അണ്ണ പോലി. അണ്ണ എന്നിട്ട് എന്ത് വിശേഷാ? ഷമീറൊക്കെ എന്ത്? ഷമീറില്ല. ഷമീർ കഴിഞ്ഞ ദിവസം വന്ന് പരിചയപ്പെട്ടായിരുന്നു. നീ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വന്നല്ലോ അണ്ണ. ഞങ്ങൾക്ക് അണ്ണൻ ഇങ്ങനെ നോക്കിക്ക എന്തൊരു ഇഷ്ടം അറിയണ്ണ. നീ ഒത്തിരി സുഖിപ്പിക്കല്ലേ, എനിക്കങ്ങ് സുഖം കൂടുന്നു. അണ്ണൻ ഇതുപോലെ സുഖിപ്പിച്ച ലാസ്റ്റ് കണ്ട താരയാണ്. അല്ല അങ്ങനല്ല ഇതുപോലെ സുഖിപ്പിച്ച അവസാനം അണ്ണനെ പ്രേമിക്കൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ആളല്ലാട്ടാ. ഞാൻ നല്ലൊരു ചക്കനാ, നല്ലൊരു മനുഷ്യനാ. നിന്നെ കണ്ടാ തന്നെ അറിയാം നല്ലൊരു പയ്യൻ. അണ്ണ എന്നിട്ട് എന്ത് നമുക്ക് ഇവിടെ വൈവാക്കണ്ട പൊളിക്കണ്ട ഇങ്ങനെ നിന്നിട്ട് കാര്യണ്ടാ? ഇല്ല ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ ഫാമിലി ഒക്കെ തുടങ്ങുന്നു, കുടുംബമൊക്കെ തുടങ്ങുന്നെന്ന് പറഞ്ഞ്. കുടുംബം അനക്കാ അനക്ക് പെണ്ണ് കിട്ടൂലാട്ടോ അണ്ണ. പെണ്ണല്ല കുടുംബമല്ലേ നമുക്ക് ആദ്യം. കുടുംബം എന്ന് പറയുമ്പോ അങ്ങനെല്ലാം കഴിച്ചിട്ടുള്ള ഒരു കുടുംബല്ലേ അണ്ണൻ? അയ്യോ അങ്ങനല്ല, ഇവിടെ അല്ലാത്തൊരു കുടുംബമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് TVA. അതുപോലൊരു കുടുംബം. അങ്ങനെ ഇറക്കുന്നുണ്ട് എനിക്ക്. ഓഹോ അങ്ങനെ അതന്നെ. ആ കുടുംബം ഉടനെ ഉണ്ടാവോ? കുടുംബം ഇപ്പൊ മൂഞ്ചിച്ചുള്ളത് കുഴപ്പമില്ല, വരുവായിരിക്കും. എന്റെ പേര് രണ്ടാളുണ്ടേനു, ബീരാനും അവരെല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണാ, ഒരുത്തിനെ വിശ്വസിച്ചൂടാ. ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളു മമ്മു. അതാരാ സംസാരിച്ചത്? അതാരാ? ഹലോ സൂപ്പർ ഋഷാനെ പോയാ അന്റെ ഒരു ആഗ്രഹം. അണ്ണൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ തന്നെ ഉയരത്തില് എത്തണമെന്ന് എന്റെ ഒരു ആഗ്രഹം. അണ്ണൻ ഒരിക്കലും തളരരുത്. അതെ 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 അത് തളരൂലറാ. ചന്ദ്രപ്പൻ പോരാട്ടാ. ഞാൻ പറഞ്ഞു ചന്ദ്രപ്പൻ എനിക്ക് പേടിയാന്ന് കേട്ടാ. അതെന്താ അണ്ണ ഞാനെന്താ ചെയ്യണ്ടേ? ചന്ദ്രപ്പൻ ഭയങ്കര ദേഷ്യം പിടിക്കലു അന്നെന്തോ വല്ലതും പറഞ്ഞാടാ നിന്നെ മമ്മു. ഞാൻ നിന്നെ ഗ്യാങ് ഹൗസിൽ നിന്നെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി. നീ അവിടെ തലറങ്ങിയപ്പോഴത്തേക്കും നിന്റെ ശവം പോലും ഞങ്ങൾ അടക്കാനാണ് തീരുമാനിച്ചത്. അതെ, തല ഇറങ്ങിയാല് ശവാണ് അടക്കേണ്ടത്. കുറച്ച് പുട്ടും പപ്സും തന്നാ ഞാൻ എണീക്കും. അണ്ണൻ തന്നെ പറയാം. ഒരാൾ വീണാല് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ അപ്പാട് അങ്ങ് അടക്കേ ചെയ്യേണ്ട. അണ്ണൻ തന്നെ പറയാം. ഇതിനൊരു സൊല്യൂഷൻ അണ്ണൻ കണ്ടുപിടിച്ചാ. നീ തലറങ്ങി വീണല്ലോ, നീ മരിച്ചു. നിനക്ക് ഈ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വലുതായിട്ട് അറിയാത്തോണ്ട് എല്ലാം ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സെറ്റ് ആവും. ഓ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ഫുഡും വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം, എന്നാലേ നിനക്ക് ഇതായിട്ട് നിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? അണ്ണ ഫുഡ് കഴിച്ചാ? ഓ ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? ഞാൻ കഴിച്ചു. അണ്ണന്റെ വേക്കിലാരാണ് തോർത്തിട്ടിട്ട്? അതെനിക്ക് സാമി ഷെയ്ക്കുണ്ട്. 4 ദിവസമായി ലൈവ് കാണുന്നു. ബട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സപ്പോർട്ട് ചെയ്യല്ലേ ബ്രോ? നിങ്ങൾക്ക് എന്താ ബ്രോ പറയണേ? പറഞ്ഞു മമ്മ പോയിട്ടരാ. നിങ്ങളൊക്കെ എന്താ കേസ് പറയണേ? അവന്റെ നിങ്ങൾ ഈ RPയും ഇതിന് വെളിയിലത്തെ ക്യാരക്ടറും മിങ്കിൾ ചെയ്യലത്. ഹലോ ഞാൻ നിങ്ങളടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാം കേസ്. ഞാനിപ്പോ അവന്റെ
ഞാൻ ന്യായീകരിക്കൊന്നുമല്ല, ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല. അവരുടെ വെളിയിലത്തെ കാര്യം അല്ലെങ്കിൽ അത് റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നല്ലേ അവരെന്തെങ്കിലും സ്ട്രീമിങ്ങിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതൊക്കെ അവരുടെ വെളിയിലത്തെ കാര്യമാണ് ഗൈസ്. നമ്മൾ അകത്ത് ഒരാളെ അടുത്ത് RPയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് ഒരു റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ അതിന്. അതപ്പോൾ അതിന് നമ്മൾക്ക് ഈ പറയണത് പോലെ അവരകത്ത് ചെയ്യുന്ന കാര്യത്തിനോട് ഇപ്പം ഞാൻ ചെന്നിട്ട് പറയാം, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പം മമ്മു ആയാലും ഷമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്കകത്ത് കാണുന്ന സമയത്ത് അവർക്കൊരു വ്യൂവർഷിപ്പ് ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ ചെയ്യേണ്ടത് അവരെ? അല്ല, നിങ്ങൾ നമ്മുടെ അടുത്ത് പറ, നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ? വെളിയിൽ സ്ട്രീമിങ്ങും അവരുടെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ബന്ധമില്ല. അകത്ത് വന്ന് പറയുമ്പോൾ അവർ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിൻ്റെ അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞോളാം, മനസ്സിലായോ? അൺടിൽ അതുവരെ ഇപ്പം അവൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ മര്യാദയ്ക്കല്ലേ സംസാരിക്കണേ. അപ്പം നമ്മൾ സംസാരിച്ച് വിടുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ചാൽ നമ്മുടെ RP ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം, അതങ്ങനെ സംസാരിച്ചോളാം. ഈ അൺടിൽ ഇതുവരെ ഇപ്പം അവൻ അതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല, അത്രേ ഉള്ളത്. കഴിഞ്ഞ കേസ് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ല നിങ്ങളുടെ അടുത്ത് പറയണേ. കഴിഞ്ഞ ദിവസം നമ്മൾ റോക്സൈനായിട്ട് RP ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറേ പേര് പറയുന്നു, ബ്രോ അവർ വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പുള്ളിക്കാരി മറ്റേ വേറെ എന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ ഉണ്ടോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സിറ്റിക്കകത്ത് വരുമ്പോൾ നിങ്ങളാണെങ്കിലും നാളെ ഒരു RP സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം, നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല, ചിലപ്പോൾ കാണിക്കൂല. ഇപ്പം നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പോൾ ഒബ്വിയസ്ലി അടിയാവും, മനസ്സിലായോ? അത് അങ്ങനെയാണ് ഇവിടെ. ഈ RP എന്ന് പറയുന്ന സാധനം, പ്രത്യേകിച്ച് ഗ്യാങ് RP, എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം ഗൈസ്, എനിക്ക് പരിചയമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും RPയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിരാ. പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയാണ്, സത്യം പറയാലോ. എൻഡ് ഓഫ് ദ ഡേ അവരും നമ്മളും എല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയേ സംസാരിക്കുകയുള്ളൂ. അതൊരു വലിയ വേഴ്സാവും, വലിയ ഇതാവും. സിറ്റിസണായിട്ട് കളിക്കണത് പോലെ അല്ല ഇവിടെ ഇതായിട്ട്. ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, TV-യുടെ RP കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്, എന്നിട്ട് ഇവന്മാരെ കുണം അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണമെന്ന്. അപ്പം നമ്മുടെ RP കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരിക്കലും പറ്റത്തില്ല, മനസ്സിലായോ? എനിക്ക് അതൊരു വല്ലാത്ത പ്രശ്നമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം. അനുഭവം അറ്റ് ഇറ്റ്സ് പീക്കാണ് എനിക്ക് ഇതിനകത്തുള്ളത്. എനിക്ക് പേടിയാണ്. എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും, അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കാസ്ട്രോ ആയിക്കോട്ടെ, ബ്രാവോ ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നു നമ്മളൊരു സമയം വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിറ്റുവേഷനിൽ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല. ഞാൻ പറയാം, ഡോക്കി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും, അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടി ട്രിപ്പ് പോണ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ആ TV സിറ്റുവേഷന് ശേഷം ഞങ്ങൾ 1-2 വട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉള്ളൂ, മനസ്സിലായ? അത്രയും വേഴ്സാവും ഇതിനകത്തെ സംസാരം. അത് നിങ്ങൾ രണ്ട് സെൻസിൽ ഞാൻ പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം. അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവർ അകത്ത് വന്നാൽ അവരെ ശത്രുക്കളാവാതെ നോക്കുകയും വേണം. ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം. നിങ്ങൾ നാലോചിച്ച് നോക്കി, SRR ആയിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ലൈവിൽ ഇരുന്ന് പറഞ്ഞ് ഇവന്മാരുമായിട്ട് ഞാൻ വീണ്ടും സിറ്റുവേഷൻ എടുക്കും അടിക്കുമെന്ന്. പക്ഷേ സ്റ്റീഫൻ ബ്രോ ഒന്ന് സംസാരിച്ചേണ്ട, ഞാൻ പുള്ളിയെടുത്ത് തിരിച്ച് സംസാരിക്കണ. ഞങ്ങൾ റിയൽ ലൈഫിലും ഞാൻ ഇതിനു മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സത്യം പറയാം ഗൈസ്, ഇതിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ഈ ഗെയിമിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. നിങ്ങൾ കളിച്ച് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അൺടിൽ നിങ്ങൾ ഇത് കളിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുന്ന POV മാത്രമേ ഉണ്ടാവുള്ളൂ.